ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ബിഗ് ബോസ് ഹൗസിലെ കണ്ടന്റുകളൊന്നും ഇല്ല എന്നോർത്ത് ആരും വിഷമിക്കേണ്ട. ബിഗ് ബോസ് ഹൗസിന് പുറത്ത് ഒരുപാട് കണ്ടന്റുകളാണ് നടക്കുന്നത്. ബിഗ് ബോസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റുകൾ. അതല്ല, നമുക്ക് ലൈവിലും കാണാം, വ്യൂ ഒന്നുമില്ല, അതൊക്കെ പോട്ടെ, നമ്മുടെ വിഷയമല്ല. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗബ്രി ജാസ്മിനെ കുറിച്ചാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു അവർ രണ്ടുപേരും പിണങ്ങി എന്ന് പറഞ്ഞിരുന്നു. ജാസ്മിനെ പലപ്പോഴും ഗബ്രി ഗെയിമിന് വേണ്ടി യൂസ് ചെയ്തിട്ട് ചെളിവാരിത്തേക്കും. പരസ്പരം ചെളിവാരിത്തേക്കൽ ഇവരുടെ ഒരു മെയിൻ ആണ്, കുഴപ്പമില്ല. എന്നാൽ ഇന്നലെ നമ്മൾ കണ്ടിരുന്നു, ലൈവ് കണ്ടവര് കണ്ടിരുന്നു, കാണാത്തവര് ചിലപ്പോൾ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവാം. ചോറുവാരി കൊടുക്കല് ഭയങ്കര സംഭവങ്ങളൊക്കെയാണ്. ശേഷം അവിടെ വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് പോയാൽ അവർക്ക് വിഷയമൊന്നും ഇല്ലെന്നേ. ക്ലീൻ ചെയ്യാനായിട്ട് ഇവിടുന്ന് അങ്കമാലിന്ന് വന്നൊരു പയ്യൻ അവിടെ ഉണ്ട്. അങ്കമാലിന്ന് ഒരു പയ്യനുണ്ട്. ആ പയ്യൻ മാത്രമേ ക്ലീൻ ചെയ്യാൻ ആ പയ്യന് മാത്രമേ ഉള്ളൂ വൃത്തിയും വേണ്ടിയത്. ബാക്കി ആർക്കും ഒരു കുഴപ്പമൊന്നും ഇല്ല. എപ്പോഴും നെഞ്ചത്തേക്കാ കയറിക്കൊണ്ടിരിക്കും. അതൊക്കെ ഒരു സൈഡിൽ നിൽക്കട്ടെ. അതോടൊപ്പം ഈ ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരെ ഇവർ രണ്ടുപേരും നടത്തുന്ന ഒരു അറ്റാക്കിന്റെ വേറൊരു കാര്യമാണ് ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ നടന്നുകൊണ്ടിരുന്നത്. രണ്ടുപേരും, അതായത് ജബ്രികൾ രണ്ടുപേരും, ഞാൻ ഇവരെ വെറുക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം ഇവര് ഇൻഡിവിജ്വൽ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ സൂപ്പർ ഗെയിമേഴ്സ് ആണ്, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ജാസ്മിന്റെയും ഗബ്രിയുടെയും ഗെയിം എനിക്ക് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി. പക്ഷെ ഇവർ രണ്ടുപേരും ഒന്നിച്ചു വരുമ്പോൾ ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അത് വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ വേറൊരു ഉദാഹരണം പറയാം. ഈ ഇപ്പോൾ ലൈവിൽ കണ്ട ഒരു സംഭവമാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഒരു മൂലയ്ക്ക് ഡൈനിങ് റൂമിലിരുന്ന് ജാസ്മിനും കുറച്ചു പേര് സംസാരിക്കുന്നു, ഇപ്പുറത്ത് അഭിഷേക്, ശ്രീരേഖ, അങ്ങനെ കുറച്ചു പേര് സംസാരിക്കുന്നു, കൂടെ ഗബ്രിയുണ്ട്. ഗബ്രി അവരോട് ചെന്നിട്ട് പറയുന്ന കാര്യം എന്താ? ജിൻഡോയെ കുറിച്ച് പറയണേ. എന്താ പറയണേ? അയാള് ക്യാപ്റ്റൻ ആകാൻ കൊള്ളത്തില്ല, പവർ ടീമിൽ കൊള്ളത്തില്ല, ഒരു ഫിസിക്കൽ ടാസ്കിന് കൊള്ളത്തില്ല, ഒരു രീതിയിലും കൊള്ളത്തില്ല എന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് അവരവിടെ വെക്കുകയാണ്. അത് ആരോടാ പറയണെന്ന് അറിയണം. ടണൽ ടീമിലെ മെമ്പേഴ്സിനോടാ പറയണേ. കാരണം അഭിഷേകൊക്കെ ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്, അഭിഷേകും മറ്റേ ശ്രീരേഖ, നമ്മുടെ കാർ മുതലാളി സായി, അങ്ങനെ തുടങ്ങി അവിടെ കുറെ പേര് അവരുടെ മുമ്പിൽ പോയിട്ടാണ് ഇത് പറയുന്നത്. എന്തിനാ പറയണേന്നറിയാവോ? ഇപ്പോഴത്തെ ഗെയിമില് 6 പോയിന്റ് നേടി നിൽക്കുന്നതാണ് ടണൽ ടീം. അപ്പൊ ഇന്നൊരു ഗെയിം വെച്ചാലും എങ്ങനെ പോയാലും ചിലപ്പോൾ ഇവർക്ക് ഈ ടീമിനെ ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വിജയിക്കുന്നത് ടണൽ ടീം ആയിരിക്കും. ടണൽ ടീമിന് ഒരു വ്യക്തിയാണ് ക്യാപ്റ്റൻ ആകാൻ പോകുന്നത്. ആ വ്യക്തിയിൽ ഒരാളാണ് പവർ ടീമിലേക്ക് ആര് പോകും എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പോഴേ അവരോട് പറഞ്ഞു വെച്ചാൽ ഇയാളെ പവർ ടീമിൽ എടുക്കരുത്, അതിനു വേണ്ടിയിട്ടുള്ള കളിയാണ്. ആ സെയിം ടൈമിൽ ക്യാമറ തിരിക്കുന്നത് ജിൻഡോയ്, സിജോ, പിന്നെ ജാസ്മിൻ, എല്ലാവരും ഇരിക്കുന്ന ഒരു സംസാരമാണ്. അതിനിടയ്ക്ക് ജിൻഡോ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, നിങ്ങളോട് ഞാൻ പലവട്ടം ചോദിച്ചു ബോംബ് താന്ന്, നിങ്ങൾ തന്നില്ല. അത് പറഞ്ഞ് ജാസ്മിന് ഇഷ്ടപ്പെട്ടില്ല. ടാസ്കില് കറക്റ്റ് വ്യക്തമായിട്ട് കാണുന്നുണ്ട് ജിൻഡോ കൈ കാണിച്ചിട്ട് പറയാം ബോംബ് താന്ന് പറയുമ്പോ അത് കണ്ടോണ്ട് നിന്ന ജാസ്മിൻ അത് കാണാത്ത മട്ട് അവിടുന്ന് മാറി അൻസിബയുടെ ഇടയ്ക്ക് പോയി നിൽക്കുകയാണ്. അൻസിബയുടെ ഇപ്പുറത്ത് മാറ്റി എടുത്തിട്ട് ജാസ്മിൻ അവിടെ പോയി നിന്നിട്ട് ആകാശത്തേക്കാണ് ബോംബ് എറിയുക. കാരണം ബോംബ് നേരെ എറിഞ്ഞു കൊടുത്താലല്ലേ ഒരു ടീം ഔട്ട് ആവത്തുള്ളൂ. അതുപോലും ചെയ്യാതെ ശ്രീ ഇതും കുറെ ചറപറ എറിഞ്ഞു കളഞ്ഞു. അതിനെ ചോദ്യം ചെയ്യാണ് ആര്? ജിൻഡോ. ജിൻഡോ ചോദ്യം ചെയ്യുമ്പോൾ ജാസ്മിൻ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ ആണ്, എന്നെ കൊണ്ടാവുന്ന തരത്തിൽ ഞാൻ ചെയ്തു, അവളെ കൊണ്ടാവുന്ന തരത്തിൽ അവൾ ചെയ്തു. അപ്പോഴും ജിൻഡോ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളോട് കുറെ വട്ടം ചോദിച്ചു ബോംബ് താ എന്ന് പറയുമ്പോൾ തന്നില്ല എന്ന് പറയുകയും ജിൻഡോയുടെ കളി നല്ലതല്ല എന്ന് പ്രൂഫ് ചെയ്യുന്ന രീതിയിൽ അവർ പറയുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ജിൻഡോയുടെ ഷീൽഡിൽ തട്ടിയാണ് അവരുടെ 2 ബോംബ് ഇതിനുള്ളിൽ വീണത്, ബാരിക്കേഡിനുള്ളിൽ വീണത് എന്ന് പറയുകയാണ്. അവിടെ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ കാര്യമില്ല. ലൈവ് കണ്ടവർക്ക് അറിയാം ജിൻഡോ എത്രമാത്രം അവിടെ കളിച്ചു എന്നുള്ളത്. പക്ഷെ ഇതെന്താന്ന് വെച്ചാൽ വീടിനുള്ളില് ജിൻഡോയ്ക്കെതിരെ ഒരു കൂട്ട ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഉദാഹരണമാണ് ഗബ്രിയും ജാസ്മിന്റെയും ഈ സംസാരം. ഇത് ആരും ലൈവിൽ കണ്ടിട്ടില്ല. ഒന്നിൽ ഇവര് മൈക്കിടാതെ സംസാരിച്ചതായിരിക്കണം, ഇല്ല എങ്കിൽ സംസാരിച്ചത് ബിഗ് ബോസ് കാണിക്കാതിരുന്നതായിരിക്കാം. ഈ 2 കാര്യങ്ങൾ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇവര് അറ്റ് എ ടൈം രണ്ടുപേരും ആ സൈഡിലും ഈ സൈഡിൽ നിന്ന് ഒരേ കാര്യം പറഞ്ഞ് മാക്സിമം കണ്ടസ്റ്റന്റുകളുടെ ഇടയിലേക്ക് ഈ ജിൻഡോയെ പവർ ടീമിലേക്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കളിയാണ് അവർ കളിക്കുന്നത്. അവർ കളിക്കട്ടെ. പ്രേക്ഷകരെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വിലയിരുത്തുക. സത്യം എവിടാണ്, ന്യായം എവിടാണെന്ന് നിങ്ങൾ വിലയിരുത്തി അവരവർക്ക് തന്നെ വോട്ട് ചെയ്യുക. ഞങ്ങൾ പറയുന്ന സത്യമാണെങ്കിൽ അത് കമന്റ് ആയിട്ട് അറിയിക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.